ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫിഖ്ഹുൽ ഇസ്ലാമിൻ്റെ റിവിഷൻ 10ാമത്തെ ചാപ്റ്റർ സയ്യിദ് ഷുഹൂർ എന്ന ഭാഗവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫിഖ്ഹ്, താരീഖ്, ഈ രണ്ട് വിഷയമാണ് നമുക്ക് പാഠഭാഗത്തിൻ്റെ ഓരോ ലൈനിൽ നിന്നും ചോദ്യങ്ങളും ഉത്തരങ്ങളും മനസ്സിലാക്കി പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് ഫിഖ്ഹിൻ്റെതാണ് ഞാൻ റിവിഷനായിട്ട് ചെയ്യുന്നത്. നമുക്ക് നന്നായി മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു 9ാമത്തെ ചാപ്റ്റർ ഇട്ടപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണമെന്ന്. അപ്പോൾ ഒരാളെങ്കിലും അറിയിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ 10ാമത്തെ ചാപ്റ്റർ ചെയ്യുന്നത്. ഒരാൾക്ക് ഉപകാരപ്പെട്ടാൽ അത് മതി എനിക്ക്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തത് എന്താണ്? അന്ത്യനാളിൽ അടിമക്ക് ശുപാർശ ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? നോമ്പും ഖുർആനും അന്ത്യനാളിൽ അടിമക്ക് ശുപാർശ ചെയ്യും. നോമ്പും ഖുർആനുമാണ് അന്ത്യനാളിൽ അടിമക്ക് ശുപാർശ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള നോട്ട്സ് കഴിഞ്ഞ വർഷം വരെ നമുക്ക് ബുക്കിന് മാറ്റം ഉണ്ടായിരുന്നു, ഇതല്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇതൊക്കെ ഞാനിതുപോലെ വെച്ച് പഠിപ്പിച്ച ഒരു കുട്ടിക്കാണ് ഇവിടെ റേഞ്ചിൽ ഫസ്റ്റായിട്ട് വന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് ഫസ്റ്റും സെക്കൻഡും അല്ല, പാഠഭാഗം നന്നായി മനസ്സിലാക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തി പഠിക്കുക. അടുത്ത രണ്ടാമത്തത് എന്താണ്? എന്ത് പറഞ്ഞാണ് അവകൾ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുക? എന്താണ് ഖുർആനും നോമ്പും നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുക? എന്താണ്? അള്ളാഹുവേ, ഞാൻ അവരെ പകൽ ആഹാരത്തിൽ നിന്നും കാമവികാരത്തിൽ നിന്നും തടയുകയുണ്ടായി. അള്ളാഹുവേ, ഞാൻ അവനെ പകൽ ആഹാരത്തിൽ നിന്നും കാമവികാരത്തിൽ നിന്നും തടയുകയുണ്ടായി. അതിനാൽ അവൻ്റെ കാര്യത്തിൽ എൻ്റെ ശുപാർശ സ്വീകരിക്കണം. ഖുർആൻ പറയും. ഖുർആൻ പറയുന്നത് എന്താണ്? ഞാൻ അവനെ രാത്രി നിദ്രയിൽ നിന്ന് തടഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ എൻ്റെ ശുപാർശ സ്വീകരിക്കുക. അപ്പം നോമ്പ് പറയുന്നതാണ് ഞാൻ അവനെ പകൽ ആഹാരത്തിൽ നിന്നും കാമവികാരത്തിൽ നിന്നും തടഞ്ഞെന്ന്. ഖുർആൻ പറയുന്നതാണ് എന്ത്? ഞാൻ അവനെ രാത്രി നിദ്രയിൽ നിന്ന് തടഞ്ഞിരിക്കുന്നു. രാത്രി നിദ്രയിൽ നിന്ന് തടഞ്ഞിരിക്കുന്നു, അവൻ്റെ കാര്യത്തിൽ എൻ്റെ ശുപാർശ സ്വീകരിക്കണമെന്ന്. അങ്ങനെ അവ രണ്ടിൻ്റെയും ശുപാർശ അല്ലാഹു തആല സ്വീകരിക്കും. മനസ്സിലാക്കുക. അടുത്തത് മൂന്നാമത്തത്, നോമ്പ് എത്ര ഇനമാണ്? ഏതൊക്കെ? നോമ്പ് 2 ഇനമാണ്, നിർബന്ധവും സുന്നത്തും. നോമ്പ് 2 ഇനം, നിർബന്ധവും സുന്നത്തും. മനസ്സിലാക്കുക. നിർബന്ധമായ നോമ്പിൻ്റെ ഉദാഹരണങ്ങൾ എഴുതുക. നിർബന്ധമായ നോമ്പിൻ്റെ ഉദാഹരണമാണ് റമളാൻ നോമ്പ്. റമളാൻ നോമ്പ്, കഫാറത്ത് നോമ്പ്, നേർച്ച നോമ്പ് എന്നിവയാണ് നിർബന്ധമായ നോമ്പ്. റമളാൻ നോമ്പ്, കഫാറത്ത് നോമ്പ്, നേർച്ച നോമ്പ്, ഇതാണ് നിർബന്ധമായ നോമ്പ്. അടുത്തത്, റമളാൻ നോമ്പ് നിർബന്ധമാണ് ആർക്ക്? റമളാൻ നോമ്പ് നിർബന്ധമാണ് ആർക്ക്? പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും റമളാൻ നോമ്പ് നിർബന്ധമാണ്. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും റമളാൻ നോമ്പ് നിർബന്ധമാണ്. അടുത്ത്, പകൽ സമയത്ത് കുറഞ്ഞ നേരം ബോധം നഷ്ടപ്പെട്ട് എന്നാൽ ആ വ്യക്തിയുടെ നോമ്പ് മുറിയുമോ? നോമ്പ് മുറിയില്ല. മനസ്സിലാക്കാം. നോമ്പ് ബാത്തിലാവുകയില്ല. മനസ്സിലാക്കാം. ഹൈള്, നിഫാസ് എന്നിവ ഉള്ള സ്ത്രീകൾ നോമ്പ് അനുഷ്ഠിക്കുന്നതിൻ്റെ വിധി ഹറാമാണ്. ഹൈള്, നിഫാസ് ഉള്ള സ്ത്രീകൾ നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമാണ്. ഹൈള്, നിഫാസ് എന്നിവ ഉള്ള സ്ത്രീകൾ നഷ്ടപ്പെട്ട നോമ്പ് അവർ ഖളാ വീട്ടേണ്ടതുണ്ടോ? വീട്ടൽ നിർബന്ധമാണ്. ഖളാ വീട്ടൽ നിർബന്ധമാണ്. മനസ്സിലാക്കുക. നോമ്പ് ഉപേക്ഷിക്കാൻ പറ്റും ആർക്ക്? ഉപേക്ഷിക്കുകയാണെങ്കിൽ അതിന് പകരം അവർ എന്തു ചെയ്യണം? എന്താണ്? വാർദ്ധക്യം, സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം പോലുള്ള കാരണത്താൽ നോമ്പെടുക്കാൻ പ്രയാസമുള്ളവർക്ക് നോമ്പ് ഉപേക്ഷിക്കാം. വാർദ്ധക്യം, സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗമുള്ളവർക്കൊക്കെ നോമ്പ് ഉപേക്ഷിക്കാം. അവർ ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം ഭക്ഷ്യധാന്യം സാധുക്കൾക്ക് കൊടുക്കണം. ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം ഭക്ഷ്യധാന്യം സാധുക്കൾക്ക് കൊടുക്കണം. അവർ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്.
അടുത്തത് നോമ്പിൻ്റെ ഫർളുകൾ എത്ര ഏതെല്ലാം? നോമ്പിൻ്റെ ഫർളുകൾ 2 1 നിയ്യത്ത്, 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക. 1 നിയ്യത്ത്, 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക. അടുത്തത് റമളാൻ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഓരോ നോമ്പിനും നിയ്യത്ത് ചെയ്യേണ്ടതുണ്ടോ? ഓരോ ദിവസവും നിയ്യത്ത് ചെയ്യണം. ഓരോ ദിവസവും നിയ്യത്ത് ചെയ്യണം. നോമ്പ് ഏതാണെന്ന് നിർണയിക്കലും രാത്രി നിയ്യത്ത് ചെയ്യലും ഫർള് നോമ്പുകൾക്ക് നിർബന്ധമാണ്. മനസ്സിലാക്കുക. നോമ്പ് ഏതാണെന്നും രാത്രി നിയ്യത്ത് വെക്കലും ഫർള് നോമ്പുകൾക്ക് നിർബന്ധമാണ്. മനസ്സിലാക്കുക. അടുത്ത ചോദ്യം അതാണ്, ഫർള് നോമ്പുകൾക്ക് നിർബന്ധമാണ് എന്ത് എന്നുള്ളത്. അപ്പം നിയ്യത്ത് ഏതാണെന്നും നിയ്യത്ത് ചെയ്യുമ്പോൾ നോമ്പ് ഏതാണെന്ന് നിർണയിക്കലും രാത്രി നിയ്യത്ത് ചെയ്യലും ഫർള് നോമ്പുകൾക്ക് നിർബന്ധമാണ്. മനസ്സിലാക്കുക. ഉച്ചക്ക് മുമ്പായി നിയ്യത്ത് ചെയ്താൽ മതി, നോമ്പ് സ്വഹീഹാകും. ഏതാണ് ഈ നോമ്പ്? സുന്നത്ത് നോമ്പുകൾക്ക് ഉച്ചക്ക് മുമ്പ് നിയ്യത്ത് ചെയ്താൽ മതി. സുന്നത്ത് നോമ്പുകൾക്ക് ഉച്ചക്ക് മുമ്പ് നിയ്യത്ത് ചെയ്താൽ മതി, സ്വഹീഹാകും. മനസ്സിലാക്കുക. അടുത്ത നോമ്പ് മുറിയുന്ന ഘട്ടങ്ങൾ ഏതൊക്കെ? നോമ്പ് മുറിയുന്ന ഘട്ടങ്ങൾ, അതായത് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? തുറന്ന ദ്വാരങ്ങളിലൂടെ ഉള്ളിലേക്ക് തടിയുള്ള ഒരു വസ്തു പ്രവേശിച്ചാൽ നോമ്പ് മുറിയും. ചെവിയിലും മൂക്കിലും മരുന്ന് ഉറ്റിക്കൽ നോമ്പ് മുറിയും. ഉമിനീരിറക്കിയാൽ നോമ്പ് മുറിയും. മുങ്ങിക്കുളിക്കൽ കൊണ്ട് നോമ്പ് മുറി. തുറന്ന ദ്വാരങ്ങളിലൂടെ ഉള്ളിലേക്ക് തടിയുള്ള ഒരു വസ്തു പ്രവേശിച്ചാൽ നോമ്പ് മുറിയും. മൂക്കിലും ചെവിയിലും മറ്റും മരുന്നിറ്റിക്കൽ കൊണ്ട് നോമ്പ് മുറിയും. ഉമിനീരിറക്കിയാൽ നോമ്പ് മുറിയും. മുങ്ങിക്കുളിക്കൽ കൊണ്ട് അറിയാതെയാണെങ്കിലും വെള്ളം ഉള്ളിലേക്ക് കടന്നാലും നോമ്പ് മുറിയും. അടുത്തത് എന്താണ്? നോമ്പ് മുറിയാത്ത ഘട്ടങ്ങൾ ഏതൊക്കെ? നോമ്പ് മുറിയാത്ത ഘട്ടങ്ങൾ. സുന്നത്തോ ഫർളോ ആയ കുളിക്ക് വെള്ളം ഒഴിച്ച് കുളിക്കുമ്പോൾ ഉള്ളിലേക്ക് അറിയാതെ വെള്ളം പ്രവേശിക്കുകയാണെങ്കിൽ നോമ്പ് മുറിയുകയില്ല. സുന്നത്തോ ഫർളോ ആയ കുളി നിർവഹിക്കുമ്പോൾ ഉള്ളിലേക്ക് അറിയാതെ വെള്ളം പ്രവേശിച്ചാൽ, വെള്ളം ഒഴിച്ച് കുളിക്കുമ്പോഴാണ്, അറിയാതെ വെള്ളം ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയുകയില്ല. മനസ്സിലാക്കാം. നോമ്പിൻ്റെ സുന്നത്തുകൾ ഏതൊക്കെ? നോമ്പിൻ്റെ സുന്നത്തുകളൊക്കെ ഏതൊക്കെയാണ്? രാത്രി പകുതിയായ ശേഷം അത്താഴം കഴിക്കുക. തുടർന്ന് വായും പല്ലും വൃത്തിയാക്കുക. ഫജ്റിന് മുമ്പ് ശരീരത്തിൽ സുഗന്ധം ഉപയോഗിക്കുക. വലിയ അശുദ്ധിയുള്ളവർ കുളിക്കുക. ഖുർആൻ പാരായണം ചെയ്യുക. ദാനധർമ്മങ്ങൾ, ഇത്തിക്കാഫ് എന്നിവ വർദ്ധിപ്പിക്കുക. നോമ്പ് തുറപ്പിക്കുക. സമയമായാൽ ഉടനെ നോമ്പ് തുറക്കുക. ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക, അതുമല്ലെങ്കിൽ വെള്ളം എന്നിവ കൊണ്ട് നോമ്പ് തുറക്കുക. നോമ്പ് തുറന്നാൽ അല്ലാഹുമ്മ ലക അസ്സംതു വഅലാ റിസ്ഖിക അഫ്തർതു ദഹബ ളബഉ വബ്തലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്ന് ചൊല്ലുക. റമളാനിലെ എല്ലാ രാത്രികളിലും കുളിക്കുക എന്നിവയൊക്കെ നോമ്പിൻ്റെ സുന്നത്തുകളാണ്. അതൊരു പാരഗ്രാഫായിട്ട് തന്നെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. 5 വരിയിൽ കുറയാതെ എഴുതാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അടുത്തത് നോമ്പുകാരന് കറാഹത്താണ് എന്തെല്ലാം കാര്യങ്ങളാണ് നോമ്പുകാരന് കറാഹത്ത്? ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യുക. ആവശ്യമില്ലാതെ ഭക്ഷണം രുചിച്ചു നോക്കുക. സുഗന്ധം ശ്വസിക്കുകയും പുരട്ടുകയും ചെയ്യുക. വെള്ളത്തിൽ മുങ്ങുക. വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റുമ്പോഴും അമിതമാക്കുക തുടങ്ങിയ നോമ്പിൻ്റെ കറാഹത്തുകളാണ്. മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ഗർഭിണികൾക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും നോമ്പ് ഒഴിവാക്കാം. ഏത് ഘട്ടത്തിലാണ്? ഗർഭിണികൾക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. അവർക്ക് വല്ല ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ, ഗർഭിണികൾക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും അവർക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ നോമ്പ് ഒഴിവാക്കാം. മനസ്സിലാക്കാം. പിന്നീട് അവർക്കത് ഖളാ വീട്ടേണ്ടതുണ്ടോ? അതെ, അവർ പിന്നീടത് ഖളാ വീട്ടണം. നഷ്ടപ്പെട്ട നോമ്പുകൾ അവർ ഖളാ വീട്ടണം. മനസ്സിലാക്കാം. അടുത്ത ഗർഭിണികൾക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും നോമ്പ് ഖളാ വീട്ടലോടൊപ്പം നഷ്ടപ്പെട്ട ഓരോ നോമ്പിനും ഫിദിയ കൊടുക്കൽ നിർബന്ധമാണ്. ഏത് സന്ദർഭത്തിൽ? ഫിദിയ കൊടുക്കൽ നിർബന്ധമാണ്. ഏത് സന്ദർഭത്തിലാണ്? ഗർഭിണികൾക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും സ്വന്തം ശരീരത്തിൻ്റെ ബുദ്ധിമുട്ട് മാത്രം ഭയപ്പെട്ടാലും, സ്വന്തം ശരീരത്തിനും കുട്ടിക്കും ബുദ്ധിമുട്ട് ഭയപ്പെട്ടാലും വിധി
ഇത് തന്നെയാണ്. അതായത് അവർക്ക് നോമ്പ് ഉപേക്ഷിക്കാം, പിന്നീട് ഖളാ വീട്ടാം. പക്ഷേ കുട്ടിക്ക് മാത്രം വല്ല പ്രയാസവും നേരിടുമെന്ന് ഭയന്ന് നോമ്പ് ഉപേക്ഷിച്ചാൽ ആ നോമ്പ് ഖളാ വീട്ടുന്നതോടൊപ്പം ഓരോ നോമ്പിൻ്റെയും ഓരോ മുദ്ദ് വീതം ഫിദിയ കൊടുക്കൽ നിർബന്ധമാണ്. മനസ്സിലാക്കാം. ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം ഫിദിയ കൊടുക്കലും നിർബന്ധമാണ്. മനസ്സിലാക്കുക. അടുത്ത റമദാൻ മാസത്തിലെ നോമ്പ് നഷ്ടപ്പെട്ടവർ എന്താണ് ചെയ്യേണ്ടത്? റമദാൻ മാസത്തിലെ നോമ്പ് നഷ്ടപ്പെട്ടവർ അടുത്ത റമദാനിന് മുമ്പ് തന്നെ അത് ഖളാ വീട്ടേണ്ടതാണ്. റമദാൻ മാസത്തിലെ നോമ്പ് നഷ്ടപ്പെട്ടവർ അടുത്ത റമദാനിന് മുമ്പ് തന്നെ ആ നോമ്പ് ഖളാ വീട്ടേണ്ടതാണ്. അടുത്ത് കാരണമില്ലാതെ റമദാൻ നോമ്പിന് ഖളാ വീട്ടുന്നത് പിന്തിപ്പിക്കാൻ പറ്റുമോ? കാരണം കൂടാതെ ഒരിക്കലും റമദാൻ നോമ്പിനെ പിന്തിപ്പിക്കാൻ പറ്റുകയില്ല. നഷ്ടപ്പെട്ട നോമ്പ് അടുത്ത റമദാനിന് മുമ്പ് തന്നെ ഒരു കാരണവും കൂടാതെ പിന്തിക്കാൻ പാടുള്ളതല്ല. മനസ്സിലാക്കട്ടോ. അടുത്തത്, ഒരു കാരണവുമില്ലാതെ തൊട്ടടുത്ത റമദാനിന് മുമ്പായി നഷ്ടപ്പെട്ട നോമ്പിനെ ഖളാ വീട്ടിയില്ലെങ്കിൽ ആ വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? മനസ്സിലാക്കാം. നഷ്ടപ്പെട്ട നോമ്പ് അടുത്ത റമദാനിന് മുമ്പ് ഒരു കാരണവുമില്ലാതെ വീണ്ടെടുക്കാതിരുന്നാൽ പിന്നീട് ഖളാ വീട്ടുന്നതോടൊപ്പം ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം സാധുക്കൾക്ക് ദാനം ചെയ്യൽ നിർബന്ധമാണ്. ഓരോ മുദ്ദ് വീതം സാധുക്കൾക്ക് ദാനം ചെയ്യൽ നിർബന്ധമാണ്. മനസ്സിലാക്കുക. റമദാൻ മാസം നോമ്പുകാരനെ പോലെ കഴിഞ്ഞുകൂടണം. ആരാണ്? നിയ്യത്ത് ഒഴിവാക്കിയവർ, അതായത് മറന്നുപോയവർ, കാരണം കൂടാതെ നോമ്പ് ഉപേക്ഷിച്ചവർ, മാസം എണ്ട വിവരം പകലിൽ അറിഞ്ഞവർ, അത്തായമോ നോമ്പ് തുറക്കലോ പകലിലായിപ്പോയി എന്നറിഞ്ഞവർ നോമ്പുകാരനെ പോലെ കഴിഞ്ഞുകൂടണം. മനസ്സിലാക്കുക. നിയ്യത്ത് ഒഴിവാക്കുകയോ അതായത് മറന്നുപോയി കാരണം കൂടാതെ നോമ്പ് ഉപേക്ഷിച്ചു, മാസം കണ്ട വിവരം അറിഞ്ഞത് വൈകിയാണ്, അത്തായം കഴിക്കുമ്പോഴേക്കും ബാങ്ക് വിളിച്ചു, അങ്ങനെയൊക്കെയുള്ള ഉള്ളവരെന്താണ്? നോമ്പുകാരനെ പോലെ തന്നെ പകല് കഴിഞ്ഞുകൂടണം. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ആ നോമ്പ് പിന്നീട് അവർ ഖളാ വീട്ടേണ്ടതുണ്ടോ? ആ നോമ്പ് അവർ പിന്നീട് ഖളാ വീട്ടൽ നിർബന്ധമാണ്. മനസ്സിലാക്കുക. ആ നോമ്പ് നമ്മൾ നഷ്ടപ്പെട്ട നോമ്പ് പോലെ തന്നെയാണ്, അത് ഖളാ വീട്ടൽ നിർബന്ധമാണ്. അപ്പോൾ ഈ പാഠഭാഗം 10ാമത്തെ ചാപ്റ്റർ നന്നായി മനസ്സിലാക്കുക. നോമ്പിനെ കുറിച്ച് 5 വരിയിൽ എഴുതാമെന്നാൽ നമ്മൾ ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കിയ നോമ്പ്, നിയ്യത്ത്, നോമ്പിൻ്റെ ഫർള്, സുന്നത്ത്, കറാഹത്ത്, ഖളാ വീട്ടുന്നതിനെ കുറിച്ചൊക്കെ 5 വരിയിൽ ഉൾക്കൊള്ളിച്ച് ഒരു ഖണ്ഡിക എഴുതാൻ കഴിയുന്ന രീതിയിൽ ഒരു നോട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കാം. അപ്പോൾ ഇത്രയാണ് 10ാമത്തെ പാഠം. തദ്രിഭാഗത്തൊക്കെ നന്നായി നോക്കി മനസ്സിലാക്കുക. അതിൽ നെസിൽ യോജിച്ച് ചേർക്കാനുള്ള 2 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായി മനസ്സിലാക്കുക. 1 വേർഡ് ക്വസ്റ്റ്യനൊക്കെ മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് 11ാമത്തെ ചാപ്റ്ററുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.